ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആറിന്റെ പകർപ്പ് 24-ന്. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും പീഡിപ്പിച്ചെന്ന് എഫ്ഐആർ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. യുവതിക്ക് ഗർഭഛിദ്രത്തിനുള്ള ഗുളിക എത്തിച്ചു നൽകിയ രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫാണ് കേസിൽ രണ്ടാം പ്രതി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുന്നു. റിനു, ഇന്ന് 24 പുറത്തുവിട്ട പ്രധാനപ്പെട്ട പല വാർത്തകളും ഉണ്ടായിരുന്നു. അതിലേറ്റവും ഗുരുതര സ്വഭാവമുള്ളതാണ് എഫ്ഐആറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ? വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ ഇതിലുള്ളത്. തീർച്ചയായും ദിലീപ്, ഈ എഫ്ഐആറിന്റെ പകർപ്പ് നമ്മൾ പുറത്തുവിടുമ്പോഴാണ് ഈ കേസിന്റെ ഗൗരവം എത്രത്തോളം എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ യുവതി ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും ഒപ്പം പാലക്കാട് എത്തിച്ചും പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2025 മാർച്ച് 4-നാണ് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ആദ്യമായി ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പീഡിപ്പിക്കുന്നത്. അതിജീവിതയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഈ നഗ്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. 2005 മാർച്ച് 17-ന് അതിജീവിതയുടെ ഫ്ളാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളത്. പുറത്തു പറഞ്ഞാൽ ജീവിതം തന്നെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഗർഭം ധരിക്കുന്നതും ഗർഭിണിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറിയുന്നതും. അതിനുശേഷം ഈ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും 2025 ഏപ്രിൽ 22-ാം തീയതി ഈ പാലക്കാടും ഒപ്പം ഈ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും എത്തിച്ച ബലാത്സംഗം ചെയ്തു. അതുകൊണ്ടാണ് ഈ ബലാത്സംഗം വകുപ്പ് കൂടി എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഉന്നതതല യോഗം DGPയുടെ നേതൃത്വത്തിൽ ചേർന്നു എന്നുള്ളതാണ്. പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിക്കും. ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലായിരിക്കും കേസ് അന്വേഷിക്കുക എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ കേസ് പുലർച്ചയോടുകൂടി രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം നേമം പോലീസിന് കൈമാറുന്ന ഒരു സാഹചര്യം. നിലവിൽ നേമം SHOയുടെ നേതൃത്വത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കുന്നത്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഇടപെട്ടുകൊണ്ട് വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. നിലവിൽ രാഹുൽ മാങ്കൂട്ടം MLA ഒളിവിലാണ്. അദ്ദേഹം വിദേശത്തേക്ക് കടക്കുമെന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചുകൊണ്ട് എല്ലാ രീതിയിലുള്ള പഴുതുകളും പോലീസ് അടയ്ക്കുന്നത്. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇടപെടലിലേക്ക് പോകുന്നു. അതിനു മുന്നോടിയായി അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഇന്നലെ തന്നെ കൊച്ചിയിലെത്തി, എറണാകുളത്തെത്തി അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഹൈക്കോടതിയിലാണോ അതേ തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണോ മുൻകൂർ ജാമ്യവുമായി നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ തന്നെ ഹൈക്കോടതി ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതായത് സെക്ഷൻസ് കോടതികളിലേക്ക് ജാമ്യവുമായി പോകണം എന്നുള്ളത്. പക്ഷേ MLA എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള ഇടപെടൽ ആവശ്യമാണെങ്കിൽ മാത്രമാണ് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളത്. ഈ MLA ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യവുമായി പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ എഫ്ഐആറിന്റെ പകർപ്പ് 24 പുറത്തുവിടുന്നു. അതിലെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നു. ആ വിവരങ്ങളിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എഫ്ഐആറിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.